വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Sarath'S New Tech. യെസ്, ഗൂഗിളിൻ്റെ Pixel 4 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ 2019 ഹൈപ്പ് ചെയ്തിരുന്നൊരു ഫോണായിരുന്നു ഗൂഗിളിൻ്റെ Pixel 4. എങ്കിൽ നമ്മുടെ ഗൂഗിൾ Pixel 4 ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നില്ല എന്ന് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മുടെ Pixel 4 എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ, അതിൻ്റെ ലീക്സ് ഏകദേശം 6 months മുന്നേ തന്നെ വരാൻ തുടങ്ങിയായിരുന്നു. ഇത്രയും നല്ല ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു ഫോൺ ഇന്ത്യയിൽ റിലീസ് ആവുന്നില്ല. സോ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. Pixel 4 നമ്മുടെ ഗൂഗിൾ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫോണാണ്. Pixel ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 90 Hz ഉള്ള OLED ഡിസ്പ്ലേയും കൂടാതെ സ്നാപ്ഡ്രാഗണിൻ്റെ 855 SoCയും ഇത് കൂടാതെ തന്നെ 64 GB നമ്മുടെ 128 GB സ്റ്റോറേജും 6 GB റാമും എല്ലാം അടങ്ങുന്ന ഒരു നല്ലൊരു പാക്കേജ് ആയിരുന്നു Pixel 4. കൂടാതെ നമ്മുടെ പ്രീവിയസ് പിക്സൽസ് വെച്ച് നോക്കുമ്പോൾ Pixel ഫോണിൻ്റെ ഡിസൈൻ തന്നെ അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ ഏകദേശം നല്ലൊരു അട്രാക്റ്റീവ് ഫിനിഷാണ് ഈ ഒരു ഫോണിന് അവർ കൊടുത്തത്. പിന്നെ Pixel ഫോൺസിൻ്റെ എപ്പോഴത്തെയും ഹൈലൈറ്റ് ആയിട്ടുള്ള ക്യാമറ അത് ഇപ്രാവശ്യം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 ക്യാമറയാണ് അവർ ഇപ്രാവശ്യം തന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ഗൂഗിളിനോട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഗൂഗിൾ ഇന്ത്യക്ക് വേണ്ടി ഇഷ്ടം പോലെ പ്രോഡക്ട്സും സർവീസസും തരുന്നുണ്ട്, പക്ഷേ Pixel 4 ഇപ്രാവശ്യം ഗൂഗിൾ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നില്ല. എങ്കിലും ഫ്യൂച്ചറിൽ വരുന്ന Pixel ഫോണുകളെല്ലാം തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്യും. ഇത്ര മാത്രമാണ് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഗൂഗിൾ ഇന്ത്യയിൽ Pixel 4 റിലീസ് ചെയ്യാത്തതെന്ന്. നമ്മളിനി Pixel 4ൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രീനും ക്യാമറയും കൂടാതെ അവർ 3D ഫേസ് സ്കാനർ എന്ന് പറഞ്ഞൊരു ടെക്നോളജിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ Pixel 4 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് സോളി അതും നമ്മുടെ Pixel ഫോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് സോളി എന്താണ്? പ്രോജക്റ്റ് സോളി എന്ന് പറയുന്നത് നമ്മുടെ Pixel ഫോണുകളിൽ ഒരു ചിപ്പ്, നമ്മുടെ ഗൂഗിൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചിപ്പാണ്. ഈ ചിപ്പ് വഴി നമ്മുടെ ഫോണിൻ്റെ ചുറ്റുമുള്ള മോഷൻ ഫോണിന് സെൻസ് ചെയ്യാൻ കഴിയും. അതായത് നിങ്ങൾ ഗൂഗിൾ Pixel ഫോൺ എവിടെയെങ്കിലും വെച്ച ശേഷം നമ്മൾ ആ Pixel ഫോണിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ ഫോണിൻ്റെ അടുത്താണ് നമ്മൾ എത്തിയത് എന്ന് ഫോൺ അറിഞ്ഞുവെങ്കിൽ ഉടനെ തന്നെ ഫോൺ ഓൺ ആവും. കൂടാതെ ഫോൺ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഫോണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വോളിയം കുറയുക, അങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് നമ്മുടെ പ്രോജക്റ്റ് സോളി എന്ന് പറയുന്ന ചിപ്പ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ Pixel 4ൽ. പക്ഷേ ഈ ഇത്രയും നല്ലൊരു ടെക്നോളജിയായ പ്രോജക്റ്റ് സോളി കാരണമാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഫോൺ റിലീസ് ചെയ്യാത്തത്. യെസ്, പ്രോജക്റ്റ് സോളി ആണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രോജക്റ്റ് സോളി ഒരു റാഡാർ ടെക്നോളജിയാണ്. നമ്മുടെ ഇന്ത്യയിൽ റാഡാർ ടെക്നോളജി ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നെങ്കിലും പ്രോജക്റ്റ് സോളി യൂസ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 60 GHz ബാൻഡ് വിഡ്ത്താണ്. ഇത് ഇന്ത്യയിൽ നമ്മുടെ നോർമൽ സിറ്റിസൺസിന് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാൻഡ് വിഡ്ത്ത് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ Pixel 4ൽ യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് സോളി അത് ഇന്ത്യയിൽ വർക്കാവില്ല. ഗൂഗിൾ Pixel 4 റിലീസ് ചെയ്യുന്നത് 14 കൺട്രികളിലാണ്, പക്ഷേ അതിൽ ഇന്ത്യയില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ 60 GHz എന്ന് പറയുന്ന വേവ് ബാക്കിയുള്ള കൺട്രി, അതായത് US, UK അങ്ങനത്തെ കൺട്രികളിലൊക്കെ പബ്ലിക് സിറ്റിസൺസിന് അവൈലബിൾ ആണെങ്കിലും ഇന്ത്യയിൽ അത് അവൈലബിൾ അല്ല. ഗൂഗിൾ ഈ ഒരു ലൈസൻസ് അക്വയർ ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് പൈസ കൊടുത്തുവെങ്കിലും അവർക്ക് ഇത് അക്വയർ ചെയ്താൽ പോലും നമ്മുടെ Pixel 4 എത്രത്തോളം പെർഫോം ചെയ്യും എന്നൊരു ഉറപ്പില്ല എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ റീസൺ. Pixel ഫോണുകളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ Pixel 1 ഇന്ത്യയിൽ ഇറങ്ങിയ സമയത്ത് ആ സെയിം പ്രൈസിൽ തന്നെ അതിനെക്കാട്ടും ബെറ്റർ സ്പെസിഫിക്കേഷൻസും ഡിസൈനും ഉള്ള ഫോൺ ഇഷ്ടംപോലെ ഉണ്ടായി. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ Pixel 1 അധികം ഇന്ത്യയിൽ വിജയിച്ചില്ല. അതിനുശേഷം Pixel 2 വന്നു. Pixel 2ൻ്റെ മെയിൻ ഹൈലൈറ്റ് ക്യാമറയായിരുന്നു. Pixel 2ൻ്റെ ക്യാമറ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഡിസ്പ്ലേ ബിലോ ആവറേജ് ആയിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് Pixel 2ഉം ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു വ്യത്യാസമൊന്നും വരുത്താൻ അതിന് സാധിച്ചില്ല. ഇനി Pixel 3യും Pixel 3 XLനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും നല്ല രീതിയിലുള്ള ക്യാമറയും അവരുടെ സ്ക്രീൻ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം വരുത്തിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പക്ഷേ അതിലൊരു പ്രശ്നം അതിൻ്റെ നോച്ചായിരുന്നു. എല്ലാ ഫോണുകളും ഇത്രയും ചെറിയ നോച്ച് വെച്ച് ഇറക്കിയപ്പോൾ Pixel മാത്രം വലിയൊരു നോച്ച് വെച്ച് ഇറക്കി. അത് വളരെയധികം കാണാൻ ഒരു ഡിസൈൻ ഇഷ്യൂ ആയിരുന്നു ഈ Pixel 3 എന്ന് പറഞ്ഞ ഫോണിൽ. അതുകൊണ്ട് തന്നെ Pixel 3യുടെ സെയിൽസും ഇന്ത്യയിൽ അധികം തന്നെ പോയില്ല. അതിനിടയ്ക്ക് അവർ Pixel 3a എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കി. അത് കുറച്ചുകൂടെ പ്രൈസ് ടാഗ് കുറച്ചിറക്കിയതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ കുറച്ചധികം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അതിന് സാധിച്ചു. പക്ഷേ ഈ ഒരു ഹിസ്റ്ററി Pixel ഫോണുകളിൽ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് അവർ Pixel 4 ഇറക്കാൻ ഒരു മടി കാണിക്കുകയാണ്. കാരണം Pixel 4 അവർ ഇറക്കിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് സോളി ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രോജക്റ്റ് സോളിയാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ Pixel 4ൽ. അത് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ പകുതി പേരും ഈ ഫോൺ മേടിക്കില്ല. രണ്ടാമത് Pixelൻ്റെ മാർക്കറ്റ് ഇന്ത്യയിൽ വളരെ ഡള്ളായതുകൊണ്ട് തന്നെ അവർക്ക് Pixel ഫോൺ ഇന്ത്യയിൽ അധികം സെല്ല് ചെയ്യാനും പറ്റില്ല.
ഇതാണ് നമ്മുടെ പിക്സൽ 4 ഇന്ത്യയിൽ റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. പക്ഷേ അവർ വാഗ്ദാനം തന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി വരുന്ന പിക്സൽ ഫോണുകളെല്ലാം തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ടെക് എന്തൂസിയാസ്റ്റിന് ഇത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. എങ്കിൽ പോലും ഈ ഒരു ഇൻഫർമേഷൻ അവർ തന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വസിക്കാം. ഇനിയുള്ള പിക്സൽ ഫോണെങ്കിലും ഇന്ത്യയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ ഇനി ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതേപോലത്തെ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ.